ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാഗി കൊണ്ട് നല്ല ഈസിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കിയാലോ. രാഗിയും ബാക്കി വന്ന ചോറും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. രാഗി അപ്പം ഉണ്ടാക്കാൻ ഞാനിതാ ഇവിടെ ഒരു കപ്പ് രാഗി എടുത്തിട്ടുണ്ട്. അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമ്മൾക്ക് ആവശ്യം ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇതിൽ 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. നമ്മൾ രാഗി മാത്രമാകുമ്പോൾ കഴിക്കുമ്പോൾ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അതിനനുസരിച്ചിട്ടുള്ള ആട്ടപ്പൊടി എടുത്തത്. അപ്പോൾ അത് 3/4 കപ്പോളം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ മിക്സാക്കി എടുത്തത്. ഇനി നമ്മൾക്ക് ആവശ്യം ഇതാ ചോറാണ്. 3/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിക്കുക. വെള്ളം ഓവർ ആവാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചത് 1/2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ച് പിന്നെ എന്താ നമ്മൾ മിക്സാക്കി വെച്ച ഈ ഗോതമ്പും എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത്. അപ്പോൾ ഇതിൽ ചേർത്ത ചോറൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അരച്ചതിന് ശേഷം ഉണ്ടല്ലോ എനിക്കിത് കുറച്ചൊരു ലൂസായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 കപ്പും കൂടെ രാഗിപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു തിക്കിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ചേർത്തത് 2 കപ്പ് രാഗിയും 3/4 കപ്പോളം ഗോതമ്പ് പൊടിയും 1.5 കപ്പ് വെള്ളം പിന്നെ ചോറും 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് നല്ല മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഈ മുട്ട ചേർക്കാതെയും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മുട്ട ചേർക്കുന്നത് എനിക്ക് ഒന്നും കൂടെ നല്ലൊരു സ്പോഞ്ചി ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പും 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഇട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നു. 1/4 ടീസ്പൂണിലും കുറവായിട്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സാക്കി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ നമ്മളിതുപോലെ വെച്ചാൽ മതി കേട്ടോ. ഓവറായിട്ട് കുറേ സമയമൊന്നും വെക്കണമെന്നില്ല. പിന്നെ നമ്മളിത് മിക്സ് ആക്കുന്ന സമയത്ത് നല്ലോണം ലൂസായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടായ സമയത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. തുറന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊരു ഡ്രൈ ആയിട്ടുള്ളത് പോലെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നല്ല ബബിൾസ് വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ നമ്മൾ തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ല കറി, ചിക്കൻ കറി, മീൻ കറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് ഇതിന് നല്ല ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്ക്. ഇതുപോലെ ആട്ടപ്പൊടി കൊണ്ടും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്ക്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.